ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷയുടെ 6ാമത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ ഇങ്ങനെ. 6ാമത്തെ എപ്പിസോഡിലേക്ക് എത്തുമ്പോൾ കഴിഞ്ഞ 5 എപ്പിസോഡുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രീതിയിലേക്ക് അഗ്നിപരീക്ഷ എപ്പിസോഡുകൾ മാറുന്നതിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്. ഈ എപ്പിസോഡിൽ മത്സരാർത്ഥികളെ ഗ്രൂപ്പുകളായി തിരിക്കുന്നത് നിലവിലുള്ള 4 ടീമിൽ ഏത് ടീമിൽ പോകണം എന്ന് ഓരോ മത്സരാർത്ഥിക്കും സ്വയം തീരുമാനിക്കാം എന്ന ഒരു രീതിയിലാണ്. ഓരോ മത്സരാർത്ഥികളും അവർക്ക് ഇഷ്ടമുള്ള ടീമുകൾ തിരഞ്ഞെടുക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ ഇൻഫിനിറ്റി പെൻഡൻ ലഭിച്ച മത്സരാർത്ഥികളിൽ 2 പേർ അവരുടെ അവകാശം ഉപയോഗിക്കാത്തവരുണ്ടായിരുന്നു. അവർക്കൊരു പ്രത്യേക അവകാശമുണ്ട്. അത് അവർക്ക് ഏത് ടീമിൽ പോകണം എന്ന് അവർക്ക് സ്വയം തീരുമാനിക്കാം എന്നതാണ്. ഏതെങ്കിലും കാരണവശാൽ അവർ ആഗ്രഹിക്കുന്ന ടീമിൽ നിലവിൽ എണ്ണം തികഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നും ഒരാളെ മറ്റൊരു ടീമിലേക്ക് വിട്ട് ആ സ്ഥാനത്ത് ഇൻഫിനിറ്റി പെൻഡൻ്റ് ഉള്ള ഇദ്ദേഹത്തിന് പോയി ഇരിക്കാനുള്ള അവകാശമുണ്ട്. ഓരോ മത്സരാർത്ഥികൾക്കും ഓരോ മാസ്കുകൾ നൽകിയിട്ടുണ്ട്. അവർ ഏത് ടീമിന്റെ ഭാഗമാണോ അതിന്റെ മാസ്കുകളാണ് നൽകിയിട്ടുള്ളത്. അതായത് 3 ജഡ്ജസിന്റെയും ആങ്കറിന്റെയും മാസ്കുകൾ. അവർ ഏത് ടീമാണോ ആ മാസ്ക് ആയിരിക്കും അവർക്ക് ലഭിക്കുക. അതിനുശേഷം മാസ്ക് ഓഫ് എന്ന രീതിയിൽ ഒരു പുതിയ ടാസ്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മത്സരാർത്ഥികൾക്ക് നൽകുന്ന വിഷയങ്ങളിൽ അവരുടെ അഭിപ്രായം മത്സരാർത്ഥികളോടും ജഡ്ജസിനോടും പ്രേക്ഷകരോടും പങ്കുവയ്ക്കാനുള്ള ഒരു അവസരമാണിത്. തിരഞ്ഞെടുക്കുന്ന ചില മത്സരാർത്ഥികൾക്കാണ് ഈ എപ്പിസോഡിൽ അതിനുള്ള അവസരം ലഭിക്കുന്നത്. ഇങ്ങനെ ലഭിച്ച വിഷയങ്ങൾ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് എന്നതാണ് മറ്റൊരു കാര്യം. അതിനുശേഷം ടാസ്ക് ആരംഭിക്കുന്നു. ബോട്ടിലും ബോളും ഉപയോഗിച്ചുള്ള ഒരു ഗെയിമാണ്. ഓരോ ടീമിനെയും 2 വിഭാഗങ്ങളായി തിരിക്കും. ഒരു കൂട്ടർ അറ്റാക്ക് ചെയ്യാനും ഒരു കൂട്ടർ കുപ്പികൾ നിരത്തി പോയിന്റുകൾ നേടാനും. ചുരുക്കത്തിൽ ഗെയിം ഇങ്ങനെയാണ്. കുപ്പികൾ നിരത്താനും സംരക്ഷിക്കാനും തീരുമാനിച്ചിട്ടുള്ള ആളുകൾ നിശ്ചിത സ്ഥലത്ത് കുപ്പികൾ കൃത്യമായി അടുക്കി വയ്ക്കണം. മറ്റൊരു ടീം ആക്രമിക്കാൻ തയ്യാറായ അംഗങ്ങൾ ബോളുകൾ ഉപയോഗിച്ച് ഈ കുപ്പികൾ മറിച്ചിടാൻ ശ്രമിക്കും. മറിച്ചിടും തോറും ഇത് നിവർത്തി വയ്ക്കുകയും അല്ലെങ്കിൽ ബോളുകൾ ഈ കുപ്പികളിൽ കൊള്ളാതെ സൂക്ഷിക്കുകയോ ചെയ്യുക എന്നതാണ് ഇവരുടെ ഉത്തരവാദിത്തം. ഇതുകൂടാതെ ഇൻഫിനിറ്റി പെൻഡന്റ് ഉള്ള അംഗങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് അഡീഷണൽ ഒരു 10 സെക്കൻഡ്സ് ലഭിക്കും. ആ സമയത്ത് കുപ്പികൾ അടുക്കി വെക്കാനുള്ള പ്രത്യേക അവകാശമുണ്ടായിരിക്കും. ഏതായാലും 6ാമത്തെ എപ്പിസോഡിൽ ജഡ്ജിങ്ങിലും ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ബെസ്റ്റ് പെർഫോമേഴ്സിനെയും വേസ്റ്റ് പെർഫോമേഴ്സിനെയും തിരഞ്ഞെടുക്കുന്നത് ജഡ്ജസ് തന്നെയാണ്. മാത്രമല്ല വിജയിച്ച ടീമിൽ നിന്നും പരാജയപ്പെട്ട ടീമിൽ നിന്നും ഈ 2 കാറ്റഗറിയിലേക്കും ആളുകളെ തിരഞ്ഞെടുക്കും. അതായത് ആ മത്സരത്തിൽ വിജയിച്ചതുകൊണ്ട് ഏതെങ്കിലും ഒരു ടീമിന് പ്രത്യേക പ്രയോറിറ്റി ലഭിക്കുന്നില്ല. 2 ടീമുകളിൽ നിന്നും മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്ക് പെൻഡന്റും മോശം പ്രകടനം കാഴ്ചവെച്ചവർക്ക് ഔട്ട് ഹൗസും ലഭിക്കും എന്ന് സാരം. 2 സെറ്റ് മത്സരങ്ങളിലായി 4 ടീമിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 10 മത്സരാർത്ഥികൾ ഔട്ട് ഹൗസിലെത്തിയ 10 മത്സരാർത്ഥികളിൽ നിന്നും 4 എവിക്ഷനുകൾ നടന്നു. 6ാമത്തെ എപ്പിസോഡിൽ എവിക്ഷനിലൂടെ പുറത്തുപോയത് അപർണ, നയന, റൈബിൻ, അഭിറാം എന്നിവരാണ്.